മനുഷ്യപുത്രൻ വരുമ്പോൾ എങ്ങനെയാണ് തയ്യാറായിരിക്കേണ്ടത് എന്ന് പറയാൻ ഈശോ 3 ഉപമകൾ പറഞ്ഞു തരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 വാക്യം മുതൽ 25 അധ്യായം 30 വാക്യം വരെയാണ് ഈ 3 ഉപമകൾ. 1 2 ഭൃത്യന്മാരുടെ ഉപമ, 2 10 കന്യകമാരുടെ ഉപമ, 3 താലന്തുകളുടെ ഉപമ. ഈ 3 ഉപമകളിലും 2 തരം പ്രതികരണങ്ങൾ കാണാം: തയ്യാറെടുത്ത മനുഷ്യരും തയ്യാറെടുക്കാത്ത മനുഷ്യരും. ആദ്യത്തെ ഉപമ 2 ഭൃത്യന്മാരുടെ ഉപമ. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ, എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടുകാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഭവനം എന്നത് സഭയാണ്. ഭക്ഷണം, തിരുവചനവും കൂദാശകളും. യജമാനൻ ഈശോയാണ്. സഭയാകുന്ന തന്റെ ഭവനത്തിൽ തന്റെ മക്കൾക്ക് തിരുവചനവും കൂദാശകളും കൊടുക്കാൻ ഈശോ നിയമിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ. സഭയിലെ നേതൃത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാമാന്യമായ അർത്ഥത്തിൽ എല്ലാ ദൈവജനങ്ങൾക്കും ദൗത്യം കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ്. ഓരോ രീതിയിൽ തിരുസഭാഗാത്രത്തെ പണിതുയർത്താനുള്ള ഉത്തരവാദിത്തം ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സഭയിലെ നേതൃത്വത്തെ ബാധിക്കുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ട ഭൃത്യന്റെ ഗുണഗണങ്ങൾ വിശ്വസ്തതയും വിവേകവുമാണ്. യജമാനൻ എപ്പോൾ വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭൃത്യനല്ല, ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ. അപ്പോൾ യജമാനൻ വീണ്ടും വരുമ്പോൾ തന്റെ വസ്തുക്കളുടെ മേൽനോട്ടക്കാരനായി നിയമിക്കും. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സവിശേഷമായൊരു ദൗത്യം ആ ഭൃത്യന് കിട്ടും. തയ്യാറെടുപ്പിന്റെ 1ാമത്തെ ഉപമയിലൂടെ ദൈവം ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു.